പണിയെടുത്ത മണ്ണ് നമുക്ക് പൊന്ന് തരും. കൃഷിക്കാരനാണ് എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത്. കൊടൈക്കനാലെന്ന് 35 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമ്മൾ കൂക്കലിലെത്തും. ഇതൊരു ചെറിയ ഗ്രാമമാണ്, നന്മ നിറഞ്ഞ ഒരു ഗ്രാമം, നിറയെ കൃഷിയിടങ്ങൾ, അവിടെ കുറേ കർഷകർ. എത്ര നേരം ഇവിടെ സ്പെൻഡ് ചെയ്താലും നമുക്ക് മതി വരില്ല. കുറേ നല്ലവരായ ആൾക്കാർ, അവരെല്ലാവരും കൃഷിയിൽ വ്യാപൃതരാണ്. അവരാരും നമ്മളെ ശ്രദ്ധിക്കാനൊന്നും നേരെയില്ല. നമ്മളൊരു ഏലിയൻ പോലെയാണ്. അവിടെ എത്തുമ്പോൾ മാറി നിന്ന് ആ കൃഷി ആസ്വദിക്കുക, ക്ലൈമറ്റ് എൻജോയ് ചെയ്യുക. ഇനി അതിനേക്കാളും ഏറ്റവും മനോഹരം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള റൂട്ടാണ്. നിങ്ങൾ ഓൾറെഡി ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? നമ്മൾ ആ വരുന്ന വഴി ഒരു രക്ഷയില്ലാത്ത സൂപ്പർബായിട്ടുള്ള റൂട്ടാണ്. അതെല്ലാം കടന്ന് ഇവിടെ എത്തി മനസ്സ് നല്ല ശാന്തി. ഒന്നര മണിക്കൂറത്തെ റൈഡിന് ശേഷം നമ്മൾ എത്തിപ്പെട്ടത് ഒരു അതിമനോഹരമായൊരു ഗ്രാമത്തിലാണ്, കൂക്കൽ. ചുറ്റും കൃഷിയും പാടങ്ങളും ഗ്രാമീണരും, അങ്ങ് ദൂരെയായിട്ടൊരു വെള്ളച്ചാട്ടവും കോടമഞ്ഞും ഒക്കെ ആയിട്ടുള്ളൊരു സീനിക്കായിട്ടുള്ളൊരു സ്ഥലത്താണ് ഞങ്ങളെത്തിയത്. അപ്പോൾ അതിലൊരു തോട്ടത്തിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾ വണ്ടി ഒതുക്കിയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് വണ്ടി നിർത്താതെ പോകാൻ ഞങ്ങൾക്ക് തോന്നിയില്ല. ഇവിടെ തന്നെ ജനിച്ചതൊക്കെ. ഞാനൊരു ഒരു ഒരു ഡൗട്ട് ചോദിച്ചാൽ പറയൂ, ഈ കൂക്കൽ എന്നുള്ള പേര് എങ്ങനെ കിട്ടി? அந்த காலத்துல வச்சிருக்காங்க. 200-300 வருஷத்துக்கு നിങ്ങൾ കേരള എല്ലാം ഉണ്ട്. എന്തോ ചൂട് ചൂട് മഴ 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 ഇതേ മഴയില്ലേ? മഴ കിടക്കാതാ. மழை கிடைக்கும், மழை நல்லா பெய்யும். மழை நல்லா பெய்யும். இந்தூர் இதே கிளைமேட்ல இருக்கும், തണുപ്പ് உள்ளே இருக்கும். ഇവിടെ എങ്കിൽ സ്കൂൾ ഹോസ്പിറ്റലൊക്കെ இருக்கா? உள்ள போகணும். அப்படியே லேக் இருக்குல்ல, அப்படியே உள்ள போனா ஸ்கூலு ആശുപത്രി എല്ലാം കിടക്കും. അങ്ങനെ സോമസുന്ദര അണ്ണനോട് കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ തോട്ടം വന്നൊന്ന് കണ്ടോട്ടെ, അതിനകത്ത് കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ തോട്ടത്തിലേക്ക് പോകാനായിട്ട് റെഡിയായി. ഈ കാണുന്നതാണ് തോട്ടം. കുറച്ച് ഭാഗത്തേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞിട്ട് വേറെ ആരുടെയോ തോട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ അണ്ണൻ്റെ തോട്ടത്തിൽ ഇരുന്നിട്ട് ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ച് കുറച്ച് സമയം റിലാക്സ് ചെയ്ത് ഈ ക്ലൈമറ്റൊക്കെ ഒന്ന് എൻജോയ് ചെയ്തതിന് ശേഷം അടുത്ത റൈഡ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഈ കാണുന്ന തോട്ടം മൊത്തത്തിലും ഈ അണ്ണൻ്റെതല്ല, ഇതൊക്കെ വേറെ ആൾക്കാരുടേതൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അണ്ണൻ്റെ തോട്ടത്തിലിരുന്ന് കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് അവിടെ നിന്നൊരു ചായയൊക്കെ ഇട്ട് കുടിക്കാമെന്ന പ്ലാനിലാണ് ഞങ്ങളിപ്പോൾ തോട്ടത്തിലേക്ക് വന്നത്. കണ്ടില്ല, ഇവിടെ നോക്കുമ്പോൾ ഒരു വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ഈ ഫാമിലേക്ക് ഗെയിമൊക്കെ ഉണ്ടല്ലോ, അതുപോലെയാണ് തോന്നുന്നത്. തട്ടായിട്ട് എന്തൊക്കെയോ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങ് ദൂരെയായിട്ട് കുറേ ചെറിയ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും പോവും അങ്ങനെ ഒരു ക്ലൈമറ്റായിരുന്നു. നല്ലൊരു കിടിലം ആംബിയൻസ്. നമ്മളിങ്ങനെ നല്ല തണുപ്പത്തൊരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നല്ല രസമല്ലേ അങ്ങനെ ഇരിക്കാനായിട്ട്. എന്തായാലും നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു കൂക്കലിലേക്ക് പോയ ദിവസം. അപ്പോൾ കൊടൈക്കനാലിൽ പോകുന്നവർ എന്തായാലും കൂക്കലൊന്ന് വിസിറ്റ് ചെയ്തിരിക്കണം. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വില്ലേജാണ്. തിക്കും തിരക്കും ഒന്നും ഒട്ടുമില്ല. അത്രയും ശാന്തസുന്ദരമായിട്ടുള്ളൊരു ഗ്രാമാന്തരീക്ഷം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, പച്ചപ്പും ഹരിതാപും ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കിടിലം ലൊക്കേഷനാണ് കൂക്കൽ. കമ്മിയാ ജാസ്തിയാ? ഒരേ അളവാണ്.
സക്കര വേണോ തരാം. സക്കര വേണോ കൊണ്ട് ഞങ്ങളിവിടെ വന്ന് ഒരു ചായയൊക്കെ ഇട്ട് തോമസ് സുന്ദരേട്ടന് ഒരു ചായയൊക്കെ കൊടുത്ത് ഞങ്ങളിങ്ങനെ കഥകളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പൂക്കളുടെ കഥകൾ. ടീ എപ്പടി ഇருக்கு? டீ நல்லா இருக்கு. നല്ലതായിരിക്കും. നമ്മുടെ ചായ ആദ്യമായിട്ടാണ് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, பாத்துங்க எவ்வளவு அழகா இருக்கு அண்ணாவோட கிராமம். இது என்ன தமிழ் பெண்ணுது? தமிழ் பேசுறதே தெரியல. தமிழ் பெண் தானா? അല്ലേ? പാണ്ടി പെണ്ണ്. തമിഴല്ലേ, മലയാളി. മണ്ണി പണിയെടുത്ത മണ്ണ് നമുക്ക് പൊന്ന് തരും എന്നുള്ളതാണ്. അപ്പടിതാണ്. മണ്ണി പണിയെടുത്ത മണ്ണ് നമുക്ക് പൊന്ന് തരും. കൃഷിക്കാരനാണ് എന്റെ തൊട്ടടുത്തിരിക്കുന്നത്. எங்க வீட்டுல பிள்ளை இருக்காது. വൈഫ്. ஒய்ஃப் இல்ல. பிள்ளை இருக்காது. பொம்பளை பிள்ளை ரெண்டு. ஆம்பளை. ഞങ്ങൾ കാരണം അണ്ണന് കുറേ സമയം പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഞങ്ങൾ തോട്ടത്തിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ അണ്ണൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം കൂടി അവിടെയൊക്കെ നിന്ന് തോട്ടമൊക്കെ ഒന്ന് കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് കൂക്കൽ ഗ്രാമത്തിലേക്ക് പോയത്. ഒരാൾ എന്നെ കണ്ട് പേടിച്ചോടെ. അങ്ങനെ തോട്ടത്തിലിരുന്ന് ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, വീണ്ടും കുറേ യുക്കാലി മരം രണ്ട് സൈഡായിട്ട് നിൽക്കുന്നു. അതിന് നടുക്കായിട്ട് ചെറിയൊരു പാതയുണ്ട്. ആ പാതയുടെ ഇരുവശങ്ങളിലുമായിട്ടും കൃഷിസ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ, അങ്ങ് ദൂരെയായിട്ട് താഴെയായിട്ട് നമുക്ക് കുറേ തോട്ടങ്ങൾ കാണാം. എന്തൊക്കെയോ കൃഷി ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. കാടിലൂടെ യാത്ര ചെയ്ത് നമ്മൾ വന്നു കയറുന്നത് ഒരു മനോഹരമായൊരു ഗ്രാമത്തിലാണ്. കണ്ടില്ലേ, കൃഷിത്തോട്ടങ്ങളും അതുപോലെ തന്നെ കുറേ വീടുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ കാട് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് കയറുമ്പോൾ നമുക്കൊരു അത്ഭുതം പോലെ തോന്നും. കാര്യം അവിടെ കുറേ വീടുകളും കുറേ ആൾക്കാരും ഒരുപാട് കൃഷിസ്ഥലങ്ങളും നല്ല പച്ചപ്പും ഒക്കെ ആയിട്ടുള്ളൊരു ഏരിയയിലേക്കാണ് നമ്മൾ വന്ന് കയറുന്നത്. അങ്ങോട്ടേക്കുള്ളൊരു വഴി എന്ന് പറഞ്ഞൊരു ചെറിയൊരു റോഡാണ്, ടാറൊന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല നമ്മളെപ്പോലെ കാണാമെന്ന ഒരുപാട് ആൾക്കാരും ഒക്കെ ആയിട്ട് അവിടെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടി മുന്നിലേക്ക് പോയി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് പോയി നമ്മൾ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ കണ്ടില്ലേ, കൃഷിയാണ്. ഫുൾ സൈഡിൽ രണ്ട് സൈഡിലും കൃഷി കാണാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അടുങ്ങി കുറേ വീടുകളുണ്ട്. ഞങ്ങൾ അങ്ങനെ മുന്നോട്ടേക്ക് പോയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് വഴി അവിടെ തീർന്നു എന്ന്. അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ഇത് കാണുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് വഴിയില്ല എന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ വണ്ടി തിരിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ പോയത് കൂക്കൽ ലേക്ക് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ കൂക്കൽ ലേക്കിൻ്റെ അവിടെ വന്നപ്പോൾ ഇവിടെ കുറേ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. സ്നാക്സും വെള്ളമൊക്കെ കിട്ടുന്ന കടയൊക്കെ ഉണ്ട്. അവിടെ നിന്ന് സ്നാക്സൊക്കെ വാങ്ങിക്കഴിച്ച് കുറച്ച് സമയം കൂടി അവിടെ ലേക്കിൻ്റെ ഭാഗത്തേക്ക് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നൊരു സ്ഥലമാണ് ഈ കൂക്കൽ ലേക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എക്സ്പ്ലോറിങ് ദ അൺഎക്സ്പ്ലോർഡ് ആയിട്ട് കുറച്ച് റൂട്ട്സൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വരും എപ്പിസോഡിൽ ഞങ്ങൾ റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.